ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2026 തുടങ്ങിയതിൻ്റെ അവിടെ നിന്നുണ്ട് യൂട്യൂബ് ഒരുപാട് പോളിസി ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പോളിസി ചേഞ്ചസ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിക്കൊക്കെ ഒരുപാട് ഞാൻ പോളിസിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ മുഖ്യമായിട്ടും വരുന്നത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, കോപ്പിറൈറ്റ് ക്ലെയിം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോളിസിൻ്റെ ഇഷ്യൂസാണ് വരാറുള്ളത്. ഒരുപാട് പേർക്ക് അത്തരത്തിലാണ് വരാറുള്ളത്. പിന്നെ റീയൂസ്ഡ് കണ്ടന്റ്, റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്, ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്നതാണ്. ഇതിന് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇതല്ലാണ്ട് പുതിയൊരു പോളിസി ചേഞ്ചസും കൂടി വന്നിട്ടുണ്ട്. ഒതന്റിക് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള ഒരു അനുമതിയും തരുന്നില്ല. നമ്മുടെ മോണിറ്റൈസേഷൻ പേജ് ഉണ്ടല്ലോ, എന്നുള്ള പേജ്, അതിൽ ഒതന്റിക് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആക്കി തരുന്നതല്ല. അത്തരത്തിലുള്ള ഒരു പേജാണ് വരിക. അപ്പോൾ ഇത് വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഇങ്ങനെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഒട്ടനവധി ടെൻഷൻ അടിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഇത് വേൾഡ് വൈഡ് ആയിട്ട്, അതായത് ലോകത്തിൽ എവിടെ നിന്നിട്ട് നമ്മൾ വീഡിയോ ഇട്ടാലും ഈ ഒരു പോളിസി പ്രകാരം നമ്മുടെ ചാനലിൽ ഇത്തരത്തിൽ ആധികാരികമല്ല എന്നാണ്. ഒതന്റിക് വന്ന് ആധികാരികമല്ല എന്നുള്ള രീതിക്കാണ്. അതായത് നമ്മുടെ ചാനലിൽ നല്ല രീതിയിലുള്ള നമ്മുടേതായിട്ടുള്ള കഴിവിലുള്ള വീഡിയോസ് ഇടുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇതിൽ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. മാസ് പ്രൊഡ്യൂസർ, റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്, ടെംപ്ലേറ്റ്, അതുപോലെ ഈസിലി റിപ്ലിക്കേബിൾ അറ്റ് സ്കെയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ യൂട്യൂബ് വളരെ വ്യക്തമായി ഈ ഒരു പോളിസി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെംപ്ലേറ്റ് ഒരേപോലെ സെയിം ടെംപ്ലേറ്റ് ഇടുക, അല്ലെങ്കിൽ നമ്മൾ ഇൻട്രോ ഒക്കെ ഇടുന്നത് വലിയ വിഷയമല്ല. നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഇൻട്രോ ഇടുമല്ലോ, നമ്മൾ സെയിം ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്, അത് ഇഷ്യൂസ് അല്ല. പക്ഷേ റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്, റിപ്പീറ്റ് ആയിട്ട് തന്നെ കണ്ടന്റുകൾ ഒരേപോലെ സിമിലറായി തോന്നുന്ന പോലെ, അതുപോലെ തന്നെ മാസ് പ്രൊഡ്യൂസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഒരു സെയിം ആയിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ ഓഡിയൻസിന്. ഈ വീഡിയോ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, ഈ ഇത്തരത്തിലുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ഇത് ഇങ്ങനെ കണ്ടതാണല്ലോ എന്ന് തോന്നിക്കുന്ന പരമായിട്ടുള്ള വീഡിയോസുകൾ നിരന്തരം നമ്മൾ ഒരേപോലെയുള്ള കാറ്റഗറി ഇടുന്നു. അതേപോലെയുള്ള കണ്ടന്റ് ഒരു മാറ്റവും ഇല്ലാണ്ട് ഇട്ടുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ നമ്മൾ ടൈറ്റിലിൽ, തമ്പനെയിൽ ഒരു മാറ്റവും ഇല്ലാണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ടെംപ്ലേറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടേ പോകുന്നു. നമ്മുടെ വീഡിയോ കാണുമ്പോൾ സെയിം സിമിലിയർ ആയിട്ട് തോന്നുകയാണ്. എല്ലാ കണ്ടന്റും ഒരേപോലെ തോന്നുകയാണ്. അതിലൊരു മാറ്റവും കൊണ്ടുവരുന്നില്ല, ഒരു ചേഞ്ചസും കൊണ്ടുവരുന്നില്ല. ഇത്തരം കണ്ടന്റ്, അത് ഷോർട്സ് വീഡിയോ ആയിക്കോട്ടെ, ലോങ് ആയിക്കോട്ടെ, രണ്ടിലും ബാധകമാണ്. പലവരുടെയും ഷോർട്സ് ഉണ്ട്, ഗെയിമിംഗ് ചാനലായിക്കോട്ടെ, പല രീതിയിലുള്ള ചാനലുകളുണ്ട്. അവരിൻ്റെയൊക്കെ സെയിം കണ്ടന്റ് പോലെ തോന്നിക്കും. അതുപോലെ ടൈറ്റിലും സെയിം ആയിട്ട്, ഇപ്പോൾ ലോട്ടറിയുടെ ഈ ഗസ് ചെയ്യുന്ന, ലോട്ടറിയുടെ ഫലം നിശ്ചയിക്കുന്ന, അത്തരത്തിലുള്ള ഡേറ്റ് നിശ്ചയിക്കുന്ന, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അത് ഒരുപാട് ചാനൽ അത്തരം സെയിം ആയതുകൊണ്ട് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഒതന്റിക് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് പോളിസി നമുക്ക് ഹ്യൂമൻ റിവ്യൂ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അത് മോണിറ്റൈസേഷൻ തരാത്ത രീതിയിലാണ് ആക്കുന്നത്. അപ്പോൾ ഈ ഒരു പോളിസി പ്രകാരം ഇത്തരത്തിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടന്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. കണ്ടന്റിൽ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ, നമ്മൾ ഇരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കണ്ടന്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. നമ്മൾ ഒരേ തരത്തിലുള്ള കണ്ടന്റ് ആണെന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള കൊണ്ടുവരിക. കാരണം ഇപ്പോൾ AI ജനറേറ്റ്, AIയുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനലൊക്കെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ AIയുടെ ഇത്തരത്തിൽ അൽഗോരിതത്തിൽ AIയുടെ സഹായത്തോടു കൂടി ആയതുകൊണ്ട് സെയിം ആയിട്ട് നമ്മുടെ ചാനലിലുള്ള കണ്ടന്റ് എല്ലാം സിമിലർ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിമിലർ ആയിട്ടുള്ള കണ്ടന്റ് ആണെന്ന് തോന്നിക്കാതിരിക്കാൻ നമ്മൾ കണ്ടന്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, ടൈറ്റിലിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, തമ്പനെയിലും മാറ്റങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒരുപാട് പേര് AIയുടെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അതാണെങ്കിൽ ശരി, അത് മോണിറ്റൈസേഷൻ കിട്ടാതെ ഇരിക്കുന്നത് പല രീതിയിലുള്ള അവരുടേതായിട്ടുള്ള വ്യത്യസ്തപരമായിട്ടുള്ള വീഡിയോസ് ആവാത്തത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. മോണിറ്റൈസേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ ഒന്ന് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം. ചാനലിൽ എപ്പോഴും ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത വീഡിയോസ് ഇടരുത്. ക്രിയേറ്റിവിറ്റി ഉള്ള വീഡിയോസ് മാത്രം ഇടുക. കാരണം ഇന്നത്തെ ഈ ഒരു 2026 ശേഷം ചാനലിൽ ഒരുപാട് യൂട്യൂബ് ഇത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ ചാനലിൽ ക്രിയേറ്റിവിറ്റിയും അവർ ചാനലിന് വേണ്ടി നല്ല മൂല്യവത്തായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓഡിയൻസിന് കൊടുക്കുമ്പോൾ അതിൽ ഒരുപാട് കഴമ്പുണ്ട്. ആ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ഓഡിയൻസിന് കൂടുതൽ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഇടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് മോണിറ്റൈസേഷൻ കൊടുക്കുന്നത്. അതല്ലാത്തതെല്ലാം റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്, റീയൂസ്ഡ് കണ്ടന്റ് അങ്ങനെ പറഞ്ഞിട്ട് അവരുടെ ചാനലിൽ മോണിറ്റൈസേഷൻ കട്ടാക്കും. അപ്പോൾ അപ്പീൽ ചെയ്യാൻ, മറ്റുള്ളതിലൊക്കെ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും ഒതന്റിക് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോളിസി വന്നതിൽ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതായത് അപ്പീലൊന്നും കൊടുക്കാനുള്ള, അതുപോലെ യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്യാൻ ആ മോണിറ്റൈസേഷൻ പേജിൽ ഉണ്ടെങ്കിൽ യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുവരെ അറിഞ്ഞത് ഈ പോളിസി പ്രകാരം ഇതിൽ ഹ്യൂമൻ റിവ്യൂ ഇല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം വരാതെ നോക്കുക. നമ്മുടെ കണ്ടന്റ്, നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും ക്രിയേറ്റിവിറ്റി ഉള്ള കണ്ടന്റ്, നമ്മുടേതായിട്ടുള്ള കഴിവുകൾ തെളിയിച്ചുകൊണ്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക. സിമിലിയർ ആയിട്ടുള്ള ഒരേപോലെയുള്ള വീഡിയോസ് ഇടാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു പോളിസി വന്നതിനെ കുറിച്ച് ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്തതാണ്. വീഡിയോ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.